എപ്പോഴും വീടിൻ്റെ ഫ്ലോറിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂഷനാണ് ഏത് ഫ്ലോർ ടൈലാണ് വേണ്ടത്, മാറ്റ് വേണോ ഗ്ലോസി വേണോ, ഓരോ റൂമിനും ഓരോ ടൈല് വേണോ, അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. കുറച്ച് സിമ്പിൾ ടിപ്സ് പറഞ്ഞുതരാം എങ്ങനെ വേണം ഒരു ഫ്ലോർ ടൈൽസ് സെലക്ട് ചെയ്യാൻ. ഒരുപാട് പാറ്റേൺസ് ഇല്ലാത്ത രീതിയിലുള്ള ടൈൽസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഫ്ലോറിൽ നമ്മൾ ഓവർ പാറ്റേൺ ആക്കണ്ട. എപ്പോഴും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ്, ഫോർ എക്സാമ്പിൾ ഒരു ബേജോ പോലത്തെ ഒരു ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഗ്രേ പോലത്തെ ഷെയ്ഡ്സ്, ഒരു സർട്ടിൽ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻ, ഒരുപാട് ഓവർ ഡിസൈൻ വേണ്ട. അങ്ങനെ ആയിരിക്കും എപ്പോഴും നല്ലത്. മാറ്റ് ആണോ ഗ്ലോസി ആണോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ടൈൽസിലോ അല്ലെങ്കിൽ പ്രീമിയം ലുക്കിൽ കൂടുതൽ വരുന്നത് മാറ്റ് ടൈൽസ് ആയിരിക്കും. അതും കുറച്ചും കൂടി ഒരു വലിയ പാറ്റേൺ ആയിട്ടുള്ള രീതിയിലുള്ള ടൈൽസ്, ചെറിയ ടൈൽസിൽ കുറച്ച് വലിയ ടൈൽസ് 8x4 ഒക്കെ ടൈൽസ് അവൈലബിൾ ആണ്, 160 ഒക്കെ ടൈൽസ് അവൈലബിൾ ആണ്. കുറച്ചും കൂടി വലിയ ഏരിയ ആണെങ്കിൽ വലിയ ടൈൽസ് കൊടുക്കാം. ഒരു സാറ്റിൻ ഫിനിഷ് പോലത്തെ ഒരു ടൈൽസ്, ഒരു മാറ്റും അല്ല ഗ്ലൂസി അല്ല, അതാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ഒരു ടൈൽ എടുക്കാം, ഒരു ലൈറ്റ് ഷെയ്ഡ് ടൈൽസ് എടുക്കാം. ഒരുപാട് ഡിസൈൻസ് വേണ്ട. ഡിസൈൻസ് നമുക്ക് ബാക്കിയുള്ള ഏരിയാസിലും വാൾസിലൊക്കെ കൊടുക്കാനുണ്ട്. എപ്പോഴും ഫ്ലോറും സീൽ